ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. തെലങ്കാനയും കർണാടകയും കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. കേരളവും ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഭരിക്കുന്നത് മറ്റു പാർട്ടികളാണെങ്കിലും അതിൽ ആന്ധ്രാപ്രദേശ് മാത്രമാണ് BJPയോട് അല്പം മൃദു സമീപനം നടത്തുന്നത്. കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയും BJPയുമായി അന്തർധാര സജീവമാണെങ്കിലും പക്ഷേ പ്രത്യക്ഷത്തിൽ കീരിയും പാമ്പും പോലെയാണ്. തെലങ്കാനയും കർണാടകയും പിടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ കോൺഗ്രസ് കണ്ടുവെക്കുന്ന സംസ്ഥാനം ആന്ധ്രയാണ്. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. YS ശർമ്മളിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു പാർട്ടിയുടെ ഒരു പ്രധാന ചുമതല നൽകുവാനുള്ള തീരുമാനം അടുത്ത ദിവസങ്ങൾ തന്നെ എടുത്തേക്കും. അതിനിടയിലാണ് ആന്ധ്രയിലെ സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് 2 MLAമാർ പാർട്ടി വിട്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അല്ല രാമകൃഷ്ണ റെഡ്ഡി ഭരണകക്ഷിയായ YSRCPയിൽ നിന്നും രാജിവെച്ചത്. അതിനു പിന്നാലെ ഇപ്പോൾ മറ്റൊരു MLA കാപ്പു രാമചന്ദ്ര റെഡ്ഡിയും YSR കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അനന്തപൂർ ജില്ലയിലെ റായദുർഗ് MLA ആണ് അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെയാണ് ഈ 2 MLAമാർ YSR കോൺഗ്രസിൽ നിന്നും ഇറങ്ങുന്നത്. കാപ്പു രാമചന്ദ്ര റെഡ്ഡിയെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അപമാനിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖ്യമന്ത്രിയെ കാണാൻ കാത്തു നിന്നിട്ടും അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിച്ചില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 2 തവണയും തന്നെ മന്ത്രിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിപ്പിച്ചത് എന്നും ഒടുവിൽ തന്നെ പറഞ്ഞു പറ്റിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി ചെയ്തത് എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു YSRന്റെ മുതിർന്ന നേതാവും MLCയുമായ C രാമചന്ദ്രയെയും പാർട്ടി വിട്ടത്. മാത്രമല്ല 10 ദിവസം മുമ്പാണ് പാർട്ടിയിൽ ചേർന്ന അമ്പാട്ടി റായിഡുവും ജഗൻമോഹനെ വിട്ടതും ഒരു വലിയ വാർത്തയായിരുന്നു. ഏതു പാർട്ടിയിലേക്ക് മാറും എന്നത് ഇതുവരെയായും പാർട്ടി വിട്ടവർ തീരുമാനിച്ചില്ല എങ്കിലും കോൺഗ്രസിന് ആന്ധ്രയിൽ പ്രതീക്ഷ വലുതാണ്.